1963 ഇതുപോലെ ഉജ്ജയിനിയിൽ വെച്ചാണ് ഞങ്ങളിങ്ങനെ എല്ലായിടവും കറങ്ങി കാണാനൊക്കെ പോയി. ഒരു 2 ദിവസം അവധി കിട്ടി. ഞാനും എൻ്റെ ഒരു മഹാരാഷ്ട്രീയൻ സുഹൃത്തും. അന്ന് 8 രൂപയാണ് ഡെയിലി അലവൻസ് കേട്ടോ. ആകെ ഒരു ദിവസത്തേക്ക് 8 രൂപ കിട്ടുള്ളൂ. പക്ഷേ 1 രൂപ 4 അത് 25 പൈസയിൽ താമസിക്കാനുള്ള സൗകര്യമുണ്ട് ഗവൺമെൻറ് രൂപ. ബാക്കി 7 രൂപ 6.25 രൂപയിൽ സംഭവങ്ങൾ വേണം. അപ്പോൾ ഒരു ശനിയാഴ്ചയാണ്, ശനിയാഴ്ച ഞായറാഴ്ച വേണ്ടിയാണ്. ഒരു മൂന്നാമത്തെ എനിക്ക് ഓർമ്മ വെച്ചിരിക്കുകയാണെങ്കിൽ ജൂൺ 19-20 ആയിട്ടുള്ള സമയമാണ്, 18-19 സമയം. ഉജ്ജയിൻ കാണാൻ ഇറങ്ങി ഞങ്ങൾ. ഒരു കുതിരവണ്ടി എടുത്തു. 6 രൂപയ്ക്ക് കുതിരവണ്ടി ബുക്ക് ചെയ്ത് മുഴുവൻ ദിവസത്തേക്ക് ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഈ പറഞ്ഞ പോലെ എല്ലായിടും കറങ്ങി. ശ്രീകൃഷ്ണൻ പഠിച്ച സ്ഥലവും വിക്രമാദിത്യൻ സാലഭഞ്ജികളുടെ മുകളിലേക്ക് കയറിയ സ്ഥലവും ഇങ്ങനെ. എന്നിട്ട് വൈകിട്ടൊരു 4 മണിയോടുകൂടി ഞങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് ഏറ്റവും പുരാതന 2000-2500 കൊല്ലം മുമ്പ്, നമ്മുടെ 2000-2500 കൊല്ലം മുമ്പ് കാളിദാസൻ ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് വിക്രമാദിത്യൻ്റെ ആ സമയത്തുണ്ടായിരുന്ന പഴയ കെട്ടിടങ്ങളുടെ ബാക്കി ഉള്ള ചുറ്റുമുള്ള ക്ഷിപ്ര നദിയുടെ തീരത്തെത്തി. ക്ഷിപ്ര നദി ഇങ്ങനെ വളഞ്ഞു കിടക്കുകയാണ്. അവിടെയാണ് പണ്ട് അമൃതം കൊണ്ട് അസുരന്മാർ ഓടിയപ്പം 4 സ്ഥലത്ത് അമൃത് വീണു. അതിലൊന്ന് അവിടെയാണ്. അവിടെ കുളിച്ചാൽ എല്ലാ സൗകര്യവും ഇത് കിട്ടുമെന്നാണ് പറയുന്നത്. ഞങ്ങളവിടെ ഇരുന്നു ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് ജൂൺ മാസം 19 ഈ മഴ ഇവിടെ വന്നു കഴിഞ്ഞു, അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. അടിച്ച് ഏകദേശം ഇന്നത്തെ എനിക്കൊന്ന് ഈ ജൂൺ 20 ഇന്നത്തെ ദിവസം തന്നെ ആകാം. ഇതുപോലെ വളരെ ശക്തിയോടുകൂടി കാലവർഷത്തിൻ്റെ മേഘങ്ങൾ വന്നിട്ടുണ്ട്. മഴ എത്തിയിട്ടുമില്ല, മേഘങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ തമാശയ്ക്ക്, ഞാൻ എല്ലാത്തിനും കാണുമ്പോൾ ഒരു തമാശ കാണാം. ഞാൻ പറഞ്ഞേ എൻ്റെ കൂട്ടുകാരനോട് നോക്കൂ, ഈ സമയത്ത് ഇതുപോലാണ് നമ്മുടെ കാളിദാസൻ ഇവിടെ ഇരുന്നത്. അങ്ങേര് നോക്കൂ വരുന്ന ആ മേഘങ്ങൾക്ക് ഒരു മനുഷ്യമുഖമില്ല.